അപ്പം ഒന്നാമത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഫ്യൂച്ചർ ഭയങ്കര കോംപ്ലക്സ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കരമായി നോളജ് ഡ്രിവൺ സൊസൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡാറ്റ ഡ്രിവൺ എന്നുള്ളവർ പറയുന്നത് കുറച്ചുകൂടി നോളജ് ഡ്രിവൺ സൊസൈറ്റിയാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് പുറത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ നോളജ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്? നോളജ് ഫോർമേഷൻ, നോളജ് പ്രിസർവേഷൻ, നോളജ് എക്സ്ചേഞ്ച്, നോളജ് ട്രാൻസ്ഫോർമേഷൻ, ലോട്ട് ഓഫ് അതർ നോളജ് റിലേറ്റഡ് സ്റ്റാഫ്സ്. നമ്മൾ എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു വലിയ കൺസേൺ ഇനി വരുന്നത്. അപ്പം ഇൻഫർമേഷൻ സയൻസിൻ്റെ, പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന മെറ്റാഡാറ്റയിലാണ്, മെറ്റാഡാറ്റേൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ചില ചർച്ചകൾ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പ്രാഥമികമായി നമുക്കതിൻ്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അപ്പം ഇന്ന് കുറച്ച് സാധനങ്ങൾ കുറേ പ്രൈമറായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ മെറ്റാഡാറ്റ എന്ന കൺസെപ്റ്റ്, അതെങ്ങനെയാണ് നമ്മൾ ജനറലി കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ ചില പെർസ്പെക്റ്റീവ്, ഇതെല്ലാം മാത്രമേ ഉള്ളൂ. പൊതുവേ നമുക്ക് മെറ്റാഡാറ്റയെ കുറിച്ച് കുറേ ധാരണ ഉണ്ടാവും. അപ്പം ഞാൻ ഉള്ള ധാരണകളൊന്ന് റിവൈസ് ചെയ്യാണ് നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഒന്നാമത്, ഇതൊരു കമ്പ്യൂട്ടർ സയൻസിന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് മെറ്റാഡാറ്റ ഈസ് ഡാറ്റ എബൌട്ട് ഡാറ്റ. അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. പക്ഷേ രണ്ടാമത് ഒരു ആസ്പെക്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഒരു ഡാറ്റ സെറ്റിനെയോ ഒരു ഡാറ്റേൻ്റെ കളക്ഷനെയോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സാധനം എന്നുള്ളതാണ്. പിന്നെ അവസാനം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതൊരു ഒബ്ജക്റ്റുകളെയോ അല്ലെങ്കിൽ ഡിജിറ്റലി ഫിസിക്കലി ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് പറയും. ഇനി ഒരു പൊതുധാരണ അനുസരിച്ച് മെറ്റാഡാറ്റ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് മെറ്റാഡാറ്റ, അതായത് ആരാണ് ഈ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തത്, ആരാണ് ഇതിൻ്റെ ലൈസൻസ് ഹോൾഡർ, ഏതൊക്കെ തരം കമ്പോണൻസ് ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് വളരെ ബേസിക് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന മെറ്റാഡാറ്റയാണ് ഡിസ്ക്രിപ്റ്റീവ് മെറ്റാഡാറ്റ. ഉദാഹരണം, നമ്മൾ COVID-19 ഡാറ്റ സെറ്റൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് മെറ്റാഡാറ്റ ഉണ്ട്. ആരാണ് കോഡ് കെ കൺസോഷ്യം, അല്ലെങ്കിൽ ആരാണ് ഏത് റെപ്പോസിറ്ററിയിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, ഡേറ്റ്, അങ്ങനെയൊക്കെയുള്ള ബേസിക് ഡിസ്ക്രിപ്റ്റീവ് സാധനങ്ങൾ. ദെൻ സ്ട്രക്ചറൽ മെറ്റാഡാറ്റ എന്ന് പറയുന്നത് കുറേ അഡീഷണൽ ഡാറ്റയാണ്. എങ്ങനെയാണ് ഈ ഡാറ്റ സെറ്റിനകത്ത് ഡാറ്റ ഓർഗനൈസ് ചെയ്തേക്കുന്നത്, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ പാരാമീറ്റേഴ്സാണ്, വാലിഡേഷൻ എങ്ങനെ, തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ചേരുന്ന ചില സാധനങ്ങൾ. ഇനി ഫണ്ടമെന്റലി ലാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത് റൈറ്റ്സ്, ലൈസൻസിങ്, ഒറിജിൻ തുടങ്ങിയ ഒരുപാട് സാധനം. അപ്പം നമ്മൾ കോവിഡ് ഡാറ്റ റിലീസ് ചെയ്യുന്ന സമയത്ത് സെനോഡോയിൽ നമ്മളൊരു സെറ്റ് ഓഫ് ഡാറ്റ മെറ്റാഡാറ്റ ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ 3 കമ്പോണൻസും ഉണ്ട്. ഇത് ഫണ്ടമെന്റൽ ഒരു ഡാറ്റ സയൻസിലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള സാധനങ്ങളാണ്. ഇനി എന്തിനാണ് മെറ്റാഡാറ്റ വേണ്ടിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇൻഫർമേഷൻ റിട്രീവൽ ആൻഡ് ഡിസെമിനേഷൻ ആണ് മെറ്റാഡാറ്റൻ്റെ ഇപ്പോഴത്തെ ഒരു യൂസ് കേസ്. ദെൻ ഓണർഷിപ്പ്, റിസോഴ്സ്, റൈറ്റ്സ്, യൂസ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. പിന്നെ ആർക്കൈവ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറീസ്, ഡിജിറ്റൽ പബ്ലിക്കേഷൻ്റെയൊക്കെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ പ്രിസർവേഷൻ ആൻഡ് റിട്ടൻഷൻ എന്ന് പറയുന്നത് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു സാധനമാണ് റിസോഴ്സ് ഡെസ്ക്രിപ്ഷൻ. പക്ഷെ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് മുഴുവൻ റിസോഴ്സ് ഡെസ്ക്രിപ്ഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് മെറ്റാഡാറ്റ ഒരു റിസോഴ്സ് ഡെസ്ക്രിപ്റ്ററായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നൊരു ധാരണ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയും ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ജനറലി ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തിയറിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി T.S. എലിയറ്റിന്റെ ഒരു ഫേമസ് വേഴ്സസ് ഉണ്ട്. Where is this life we have lost in living? Where is the wisdom we have lost in knowledge? And where is the knowledge we have lost in information? ഇതൊരു ഭയങ്കര കോംപ്ലക്സ് പ്രോബ്ലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് എവിടേക്കാണ് ഈ നോളജ് ലോസ്റ്റ് ആവുന്നത്, എവിടേക്കാണ് നമ്മൾ നോളജ് അക്വയർ ചെയ്യാൻ
വിട്ടുപോകുന്നത് ഈ അക്വയർ ചെയ്ത നോളജിൽ എത്രത്തോളം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ട്രാൻസ്ഫർ ചെയ്ത നോളജിൽ എത്രത്തോളം നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു കോംപ്ലക്സ് പ്രോബ്ലമാണ്. ഇത് മലയാളത്തിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ നടന്നതിൽ പാതി നമ്മൾ അറിയാതെ പോകും, അറിഞ്ഞതിൽ പാതി നമ്മൾ പറയാതെ പോകും, പറഞ്ഞതിൽ പാതി പതിരായി പോകും എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നം നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് DAKW കണ്ടിന്യൂ എന്നൊരു ഫിലോസഫിക്കൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരേണ്ടി വരും. നമ്മളെപ്പോഴും ഈ പിരമിഡിന്റെ ഏറ്റവും താഴത്തെ ലെയറിലാണ് ഡാറ്റ എന്ന് പറയുന്ന ഒരു സാധനത്തിന് കാണുന്നത്. സോ നമ്മൾ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടാക്കുക, ഇൻഫർമേഷനിൽ നിന്ന് നോളജ് ഡിറൈവ് ചെയ്യുക, നോളജിൽ നിന്ന് വിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു സ്ട്രക്ചർ. ഫണ്ടമെന്റൽ ഡാറ്റ സയൻസ് പ്രശ്നങ്ങൾ മുഴുവൻ താഴത്തെ 2 ലെയറിലാണ് നടക്കുന്നത്. വി ട്രൈ ടു ഡിറൈവ് എ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഡാറ്റ ബൈ ഡിഫറെൻറ്റ് മീൻസ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മീൻസ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്, നമ്മൾ ഈ ഇൻഫർമേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതിൽ നിന്നൊരു നോളജ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ആ നോളജിൻ്റെ യൂസാണ് വിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ നോളജ് എന്ന ലെയറിലെത്തുമ്പോഴൊരു പ്രശ്നം, അത് ഭയങ്കര സബ്ജക്റ്റീവാണ്. ഈ ഓൾറെഡി നമ്മൾ ഈ ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഒരു ലോസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം, നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ, നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും, ടൂളുകളിലൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇൻഫർമേഷൻ ഉണ്ടാവുക. ആ ഇൻഫർമേഷൻ നോളജ് ഡെറൈവ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരുപാട് ഡ്രോബാക്ക് അതിനെ എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്, ഇതൊക്കെ എപ്പോഴും ഈ നോളജ് ഫോർമേഷനെ ബാധിക്കും. ഡാറ്റ ഡ്രിവൺ സിസ്റ്റത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡ് ലെവലിൽ അതിൽ നിന്നൊരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നോളജ് യൂസ് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഈ പറയുന്ന പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇനി ഞാൻ നിങ്ങൾക്കൊരു 2 സെക്കൻഡ് തരാം ഈ ഒരു ഡയഗ്രാം നോക്കാൻ. മതിയാകുമ്പോൾ ആരെങ്കിലും മതി എന്ന് പറഞ്ഞാൽ മതിയാകാണല്ലോ. സോ നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന ചിത്രങ്ങൾ മുഴുവനും നിങ്ങൾ ഏതോ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ചില സാധനങ്ങൾ നിങ്ങൾ ചില ഗ്രൂപ്പിലായിരിക്കും കണ്ടിട്ടുണ്ടാവും, ചില സാധനങ്ങൾ തമ്മിൽ ചില ബന്ധം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രധാനമായും എന്താണ് ഇന്റലിജൻസ്? ഇന്റലിജൻസിന്റെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ കീ റോൾസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് അസോസിയേഷൻ ആണ്. നിങ്ങൾ ഈ ചിത്രത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എപ്പോഴും നിങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷൻ കപ്പാസിറ്റിക്ക്, നിങ്ങളുടെ ഒരു അസോസിയേഷൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഫണ്ടമെന്റലി ഇന്റലിജൻസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് അസോസിയേഷൻ പ്രോസസ്സാണ്. ഒരു ഇൻഫർമേഷൻ, അതിനെ നിങ്ങൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, അതിനെ നിങ്ങൾ എങ്ങനെ മറ്റ് സാധനങ്ങളായിട്ട് അല്ലെങ്കിൽ പരസ്പരവും അസോസിയേറ്റ് ചെയ്യുന്നു. ഇതൊരു കോംപ്ലക്സ് മെക്കാനിസം ആണ്. ഇനി നമ്മൾ മെറ്റാഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സാമ്പിൾ ആണ് ഒരു ബോട്ട്. സോ നമ്മുടെ എന്തൊക്കെയോ ഒരു മനുഷ്യനെന്ന നിലയ്ക്കുള്ള എന്തൊക്കെയോ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ വെള്ളമാണ്, അല്ലെങ്കിൽ വെള്ളമാണെന്ന് അനുമാനിക്കാം. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് ഹാവ് എനി അതർ സപ്പോർട്ടീവ് എലമെന്റ്സ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു റാപ്പറുള്ള ബോട്ടിൽ വരുമ്പോൾ വളരെ ഭീകരമായി നമ്മൾ ആ കൺസീവ് ചെയ്ത മെത്തേഡും കൺസീവ് ചെയ്ത നമ്മുടെ പ്രോസസ്സും ഒക്കെ മാറും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ബോട്ടിലും രണ്ടാമത്തെ ബോട്ടിലും തമ്മിലുള്ള ഫണ്ടമെന്റലായ വ്യത്യാസം എന്ന് പറയുന്നത് സം piece of information which makes it more meaningful or easy to conceive or easy to understand or easy to make some sort of information or knowledge from it or some wisdom from it. ഈ എക്സാക്ട് പ്രോസസ്സിനെ വെച്ചിട്ട് നമ്മൾ ഈ ആഡ് ചെയ്ത ഇൻഫർമേഷൻ മെറ്റാഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഡാറ്റ എബൌട്ട് ഡാറ്റ എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ഡെഫിനിഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതിയാവാതെ വരും.
അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സയൻസിലെ ഫണ്ടമെൻ്റലായ ഡെഫിനിഷനുകളിലേക്ക് പോകണം. ഈ സീരീസിന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് 2 ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ വിച്ച് മേക്സ് തിങ്സ് മീനിങ്ഫുൾ. It is not just data about data. Any information which makes things meaningful is a metadata about that thing. Then another perspective is abstraction of knowledge about things. So again we go back. നമ്മുടെ സെക്കൻഡ് ബോട്ടിലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ബോട്ടിൽ ഇല്ലാത്ത മീനിങ് അതിന് കൊടുക്കുന്നത് പീസ് ഓഫ് മെറ്റാഡാറ്റയാണ്. നമ്മളതിന് ഫിസിക്കൽ ആസ്പെക്റ്റ് നോക്കുമ്പോൾ ആ റാപ്പറാണ്, ബട്ട് സ്റ്റിൽ കൺസീവ് or convince a set of metadata elements which will make you easy to understand the whole concept or the whole thing. So, what is a thing? നമ്മൾ schema.org-ലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ തേർഡ് സിമാൻറ്റിക് വെബ് ഡിസ്കസ് ചെയ്യുമ്പോൾ തിരിച്ചു വരും. പക്ഷേ schema.org എന്ന് പറയുന്നത് സം സ്കീമ കളക്ഷൻ ആണ്. schema.org-ന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ഇൻഫർമേഷൻ സയൻസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, തിങ് ഈസ് ദ മോസ്റ്റ് ജനറിക് ടൈപ്പ് ഓഫ് ഐറ്റം എന്നാണ്. ഈ തിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലാ നോളജ് ഫോർമേഷൻ്റെ തുടക്കത്തിൽ ഇറ്റ്സ് ജസ്റ്റ് തിങ്. സോ മെറ്റാഡാറ്റ ഈസ് സംതിങ് വിച്ച് മേക്ക് എ തിങ് something else or a thing more meaningful. So we will again revisit this thing, but by definition everything which makes meaning to another thing is a metadata. So that's basic philosophical idea. So from this point we won't discuss anything about data or data at all. We just discuss only about the metadata. So മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ശരിക്കും ആൾക്കാർ ഭയങ്കര തെറ്റിദ്ധരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിനകത്തൊരു ഡാറ്റ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഓൾവേസ് കൺസിഡേർഡ് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് അബൌട്ട് ഡാറ്റ, ബട്ട് ഇറ്റ് ഈസ് നോട്ട്. മെറ്റാഡാറ്റ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിന്റെ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ഡെലിബറേറ്റ്ലി എക്സ്ട്രാക്ട് ചെയ്തതാണ്. അത് 1968 ആദ്യമായിട്ട് ആ വാക്ക് ഫോം ചെയ്യുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എക്സ്റ്റൻഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്താണ്, ഫിലിപ്പ് ബാഗ്ലെ. സോ ആ വാക്കിന് അധികം പഴക്കമൊന്നുമില്ല, അത് മെറ്റയും ഡാറ്റയായിട്ട് ചേർത്തിട്ടുണ്ട്. പക്ഷെ ഫണ്ടമെന്റലി മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു മോഡേൺ ഇൻഫർമേഷൻ പെർസ്പെക്റ്റീവിൽ മെറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ്, ഡാറ്റയ്ക്കല്ല. അപ്പോൾ ആ പീസിൽ നിന്ന് നമ്മൾ കുറച്ചല്പം കമ്പ്യൂട്ടർ സയൻസിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി നടക്കേണ്ടി വരും. സോ ഏറ്റവും സിംപിളസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ജെഫ്രി പെർമാൻസിന്റെ മെറ്റാഡാറ്റ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ പുസ്തകത്തിൽ, മെറ്റാഡാറ്റ ഈസ് എ മാപ്പ്. Metadata is a means by which the complexity of an object is represented in a simpler form. ഇതിലും നല്ലൊരു അനോളജി പറയാൻ പറ്റില്ല. ഉദാഹരണമായി നമ്മൾ ഒരു സ്ഥലം വിചാരിക്കുന്നു, കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സിറ്റി മനസ്സിൽ വിചാരിക്കുന്നു. കോഴിക്കോട് എന്ന സിറ്റിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഒരു മാപ്പിലുണ്ടാവും. പക്ഷെ ആ മാപ്പാണ് കോഴിക്കോട് സിറ്റി എന്ന് വെച്ചാൽ അല്ല. പക്ഷെ ആ മാപ്പ് ആ സിറ്റിയെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുപോലെ ഏതൊരു സാധനത്തിനെയും പൂർണ്ണമായി അബ്സ്ട്രാക്ട് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് മെറ്റാഡാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ അഗെയിൻ, മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി, ബട്ട് മാപ്പ് ക്ലിയർലി എക്സ്പ്ലെയിൻസ് ദി ടെറിട്ടറി. ഇനി പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലേക്ക് പോവാം. ഈ തിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രായോഗികമായിട്ട് നമ്മൾ ട്രിപ്പിൾസ് എന്ന് പറയുന്നൊരു മെക്കാനിസത്തിലാണ് തിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ട്രിപ്പിൾസിനെ കുറിച്ച് നമ്മൾ സിമാൻറ്റിക് വെബിന്റെ സെക്ഷൻ വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ ട്രിപ്പിളിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ട്രിപ്പിളിനകത്ത് ഉദാഹരണമായി ഇതിപ്പോൾ ഒരു വടക്കൻ വീരഗാഥ ഡയറക്റ്റ് ചെയ്ത് ഹരിഹരനാണെന്നൊരു ട്രിപ്പിൾ നൊട്ടേഷനിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ട്രിപ്പിൾ നൊട്ടേഷനിൽ ആരോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കണക്ട്സ് ടു വേർ. സോ ട്രിപ്പിൾ നൊട്ടേഷനിൽ ഫണ്ടമെന്റലി ഒരു സബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റും ഉണ്ട്, സാധാരണ ലാംഗ്വേജ് ഫോർമേഷൻ മാതിരി.
then we try to connect the subject and object with the predicate, which is really easy. So every piece of information in modern form of metadata is expressed as a triple. We need to have a subject, we need to have an object and a predicate to connect them. ഇതേ മെക്കാനിസം വഴി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്തും ട്രിപ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫണ്ടമെന്റലായ ഒരു ഐഡിയ. നമ്മൾ ഈ ട്രിപ്പിൾ എങ്ങനെ കമ്പൈൻ ചെയ്യാൻ തുടങ്ങിയ സാധനങ്ങളെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ ഇതാണ് ഇതിന്റെ ഈസിയസ്റ്റ് ഫോർമേഷൻ. പക്ഷെ ഈ ട്രിപ്പിളിനെ കുറച്ചുകൂടി മീനിങ് ഫുൾ ആക്കി എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെക്കാനിസംസ് കാണും. ട്രിപ്പിൾസ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ചാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പിളിനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കി പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. ജനറലി ഇത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഓണ്ടോളജി വേണം. ഓണ്ടോളജി എന്ന് പറയുന്നത് ഒരു കടുത്ത വാക്കാണ്. പക്ഷെ നമുക്ക് ഓണ്ടോളജി ഫോർമേഷനെ കുറിച്ച്, ഓണ്ടോളജികൾ എങ്ങനെ ഉണ്ടാക്കുന്നു, ഓണ്ടോളജികൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു തുടങ്ങിയത് നമ്മൾ ഈ സെഷനിൽ അധികം ചർച്ച ചെയ്യുന്ന ഒന്നല്ല. എന്നാലും ഫണ്ടമെന്റലി ഓണ്ടോളജി എന്ന് പറയുന്നത് ഒരു ഡിക്ഷണറിയാണ്, തുടക്കം അല്ലെങ്കിൽ ഒരു കോർ, വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡെഫിനിഷൻ. എന്ത് സാധനവും എന്തൊക്കെയാണെന്നുള്ള ഒരു കാറ്റലോഗ് മാതിരി ഒരു സാധനം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം ഒരു ടാക്സോണമിയാണ്. ടാക്സോണമി ബേസിക്കലി ഹൈറാർക്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതൊരു നോളജ് ഫോർമേഷൻ്റെയും. പിന്നെ ഒരു തെസറസ്. തെസറസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഒരു തെസറസ് മാതിരി തന്നെ ഒരു സിസ്റ്റത്തിനകത്തുള്ള അല്ലെങ്കിൽ ഒരു നോളജ് സിസ്റ്റത്തിനകത്തുള്ള എൻറ്റിറ്റികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ തെസറസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കൺസെപ്റ്റിൻ്റെയും കോമ്പിനേഷനാണ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ നോളജ് ഗ്രാഫുകൾ, നോളജ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്തുള്ള ഓണ്ടോളജി എന്നുള്ള കൺസെപ്റ്റ്. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു മൂവിൻ്റെ ഓണ്ടോളജി ഉണ്ടാക്കണം. ഇതൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ എക്സ്പ്ലനേഷനിൽ പറഞ്ഞാൽ നമ്മൾ ഓണ്ടോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹൈറാർക്കിയാണ്. ഉദാഹരണമായി ഒരു മൂവിക്ക് ഒരു ഡയറക്ടറുണ്ട്. ആ ഡയറക്ടർ ഒരു പേഴ്സൺ ആണ്. മൂവി എന്ന് പറയുന്നത് മൂവിക്ക് ഒരു റൈറ്റർ ഉണ്ട്. ആ റൈറ്റർ ഒരു പേഴ്സൺ ആയിരിക്കണം. മൂവി ഈസ് എ ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ് വർക്ക്. Then movie includes characters, and characters are either performed by actors or characters can be actually generated by computer graphics. ഈ ഡയഗ്രത്തിൽ ഒരു തെറ്റുണ്ട്. ഇൻക്ലൂഡ്സിന്റെ ആരോ താഴേക്കാണ് വരേണ്ടത്, അത് തെറ്റിപ്പോയി, ക്ഷമിക്കണം. Then actor is a person. So ഇതൊരു വളരെ മിനിമൽ ഓണ്ടോളജിയാണ് ഒരു മൂവി എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ പഴയ എലമെന്റ്സ് നോക്കിയാൽ വി ഹാവ് എ ഡിക്ഷണറി വിച്ച് ഇസ് എ കളക്ഷൻ ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡെഫിനിഷൻ. Unfortunately, I can define everything in this slide, in this typical image, but actually you can see that we have different elements in the dictionary. We have a movie, we have a new term called creative work, we have person, we have actors, we have characters, all those things. So in an ontology, we actually need to define or explain which is which and what is their definition. Again, if we actually go back to this, sorry. Share by. Okay, very good. Again, എന്താണ് നിനക്ക് കഴിഞ്ഞോ? ഒന്നിനും തരില്ല. കാർത്തിക് മൈക്ക് മ്യൂട്ട് ചെയ്യുവോ? സോറി. ഓക്കെ, ഞാൻ എന്തോ തൊടുന്നു ഇങ്ങോട്ടൊക്കെ പോകും. ഓക്കെ, സോ സ്കീമ.org ഒരു ഓണ്ടോളജിയാണ് ഒരു എക്സാമ്പിളിന്. അപ്പോൾ സ്കീമ.orgയിൽ
നമ്മൾ നോക്കിയാൽ തിങ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഡിക്ഷണറി മാതിരി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട്, മോസ്റ്റ് ജനറിക് ടൈപ്പ് ഓഫ് ഐറ്റം. ദെൻ കുറെ കണക്ഷൻസ് അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഹൈറാർക്കി, തിങ്ങിന്റെ പ്രോപ്പർട്ടി എന്തെല്ലാമാണ്, തിങ്ങിന്റെ ഡെസ്ക്രിപ്ഷൻ, ഓരോ പ്രോപ്പർട്ടിന്റെ ഡെസ്ക്രിപ്ഷൻ എന്തെല്ലാം. So you can see that there is actually a thesaurus and a dictionary and a hierarchy. So same again, when we actually go back to this ontology, you can see that there are a lot of things. So first of all, if this thing need to be an ontology, there should be a hierarchy or a taxonomy, then a dictionary and a thesaurus. ഈ തിസോറസ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ലാസ്റ്റ് കോംപ്ലക്സ് തിങ്. കാരണം തിസോറക്സ് ആണ് മൊത്തത്തിൽ നമ്മുടെ ഈ സിസ്റ്റത്തിന് ലോജിക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ സംബന്ധിച്ചുള്ള സിമാൻറ്റിക്സ്. What is actually this thing within this thing? Then again, for example, we have characters and we need to define what exactly this character in a movie. അത് നമ്മൾ സിമാൻറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാത്തടത്തോളം കാലം character is just a word. And how we relate a character to a movie, and whether a movie can have more characters, more than one characters, is there a limit of number of characters, how characters are being connected to each other, then how characters are being presented, whether character is a physical entity or a concept, whether character can have more type or versions inside the movie or different type of characters. Then again, is there any restriction how we actually build up these characters? What kind of characters should be there in a movie, and how we classify characters, whether he is a villain or a hero or a supporting character or just like that. So a real good ontology will go to a complex level where they have all these things explained in a really precise way. അത്തരം പ്രിസിഷൻ വേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഉദാഹരണമായി നമ്മൾ ജീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ തുടങ്ങിയ ആസ്പെക്റ്റിലേക്ക് പോകുന്ന സമയത്ത് വളരെ പ്രിസൈസ്ഡായി ഓണ്ടോളജി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ സോഷ്യൽ ഇൻഫോർമാറ്റിക് ഡാറ്റാ സെറ്റുകളുടെ ഓണ്ടോളജി നോക്കുന്ന സമയത്ത് പല കേസിലും നമുക്ക് കുറച്ച് അബ്സ്ട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവും. ഉദാഹരണമായി ഒരു സ്ക്രീൻ പ്ലേ എടുക്കുക. ഒരു സ്ക്രീൻ പ്ലേ ഒരു ക്രിയേറ്റീവ് വർക്കാണ്, പക്ഷേ സ്ക്രീൻ പ്ലേയിൽ രണ്ടുപേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ ആണെങ്കിൽ അഡാപ്റ്റ് ചെയ്ത ബുക്കും സ്ക്രീൻ പ്ലേയും തമ്മിലുള്ള റിലേഷൻ എന്തെല്ലാമാണ്, എത്രത്തോളം അഡാപ്റ്റ് ചെയ്തു തുടങ്ങിയ സാധനം നമുക്കൊരു ഓണ്ടോളജിയിൽ 100% റെപ്രസെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ അബ്സ്ട്രാക്ട് റിലേഷൻസ് മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണമായി ഒരാളുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു പുസ്തകം എഴുതുന്നു, ആ പുസ്തകത്തെ ആസ്പദമാക്കി ഒരു സിനിമ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു, ആ തിരക്കഥയിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാവും. ഇതിനകത്തൊരു 3-4 ലെയർ അഡാപ്റ്റേഷനകത്ത് നമുക്ക് ഇത്തരം കോംപ്ലക്സ് റിലേഷൻസ് ഒന്നും എളുപ്പത്തിൽ ഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ വളരെ സയന്റിഫിക് ഓണ്ടോളജികൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണമായി ജീൻ ഓണ്ടോളജി അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രക്ചേഴ്സ് തുടങ്ങിയ സമയത്തേക്ക് നമ്മൾ ഓരോ സ്പെസിഫിക് ചേഞ്ചസും കൃത്യമായി എക്സാക്ട്ലി ആ ഓണ്ടോളജിയിൽ മാപ്പ് ചെയ്യുകയും അത് പിന്നെ മെഷർ ചെയ്യാനുള്ള മെക്കാനിസംസ് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി സിമാൻറ്റിക്സ്, അതൊരു ഭയങ്കര വലിയ പ്രശ്നമാണ്. നമ്മളൊരു ഉദാഹരണം, എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു എക്സ്പ്ലനേഷനാണ് സിമാൻറ്റിക്സ് എന്തെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, if you like to understand, ഈ പടത്തിന് 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ഫസ്റ്റ് പെർസ്പെക്റ്റീവ് is how is the answer is formed there, and second perspective is how people actually understand this whole reply. ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, what kind of music do you like? And the answer is I'm a big metal fan. So you need to understand what is a metal, and you need to understand the semantics there. 50% ആൾക്കാർക്ക് മെറ്റൽ ഒരു ഫോം ഓഫ് മ്യൂസിക് ആണെന്ന് അറിയണമെന്നില്ല. സോ ദേ വിൽ ലൂസ് ദ സിമാൻറ്റിക്സ് അറ്റ് സം പോയിന്റ്.
ജനറലി നമ്മൾ ഈ എല്ലാത്തരം ഡാറ്റ കൺവേർഷനിലും ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെയും ഈ പീസ് ലോസ് പീസ് എന്ന് പറയുന്നത് ഈ സിമാൻറ്റിക്സ് ആണ്. സിമാൻറ്റിക്സ് കുറഞ്ഞു വരും തോറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നോളജ് റെപ്രസെൻറ്റേഷനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി സിമാൻറ്റിക്സ് കൂടുന്തോറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈലി ലോജിക്കൽ ചലഞ്ചിങ് ഇഷ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഉദാഹരണമായി ഒരു ലോജിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ സർക്കാസം, സറ്റയർ തുടങ്ങിയ സാധനം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സിമാൻറ്റിക്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഐഡിയാസ് ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ പെർസ്പെക്റ്റീവ്സ് ഫോം ചെയ്യാൻ പറ്റും സെയിം ഇൻഫർമേഷൻ എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഇനി പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ധാരണ നമുക്ക് വേണമെങ്കിൽ മെഷീൻ ലേണിംഗ് മുതലായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഈ പറയുന്ന നോളജ് ഫോർമേഷൻ നടത്താം എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉദാഹരണമായി നോളജ് ഫോർമേഷൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്റലിജൻസിനെ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നതൊക്കെ ബേസിക്കലി നമ്മളൊരു എർത്ത് ഫോം ലെവൽ ഇന്റലിജൻസ് ആണ്. We give a stimulus and it gives back a response. That's it. ഇനി ഒരു ഫിഷ് ലെവൽ ഇന്റലിജൻസിലേക്ക് വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെർസെപ്ഷൻ, ഒരു ആക്ഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇന്റലിജൻസിൽ. പ്രധാനമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾക്ക് ഈ ഫസ്റ്റ് 2 ലെവൽ ഓഫ് ഇന്റലിജൻസ് വരെ 100% നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ if you provide more analogy to it, maybe you can reach up to the intelligence of a cat. That's also still we don't know, but we can try harder. That's it. Human intelligence എന്ന് പറയുമ്പോൾ ഈ പെർസെപ്ഷൻ, ഇൻഡക്ഷൻ, അബ്ഡക്ഷൻ, ഡിഡക്ഷൻ, ആക്ഷൻ ഇത്രയും സാധനത്തിന്റെ കണ്ടിന്യൂസ് ലൂപ്പുകളാണ്. That actually provides a lot of other semantics to our whole knowledge and the way how we understand things. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ ഈ എക്സിസ്റ്റിംഗ് മുഴുവൻ പ്രോസസ്സുകളെയും പരമാവധി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് ഇന്റലിജൻസ് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശ്രമവും. ആ സമയത്താണ് നമ്മൾ കൂടുതൽ സെമാൻറ്റിക്സ് ഈ പറയുന്ന ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലേക്കും ഡാറ്റ അക്വസിഷൻ മെക്കാനിസത്തിലേക്കും പമ്പ് ചെയ്യേണ്ടി വരും. ആ സിമാൻറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ ലെവലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്റലിജൻസിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചില സാധനങ്ങൾ, ഉദാഹരണമായ അനാലിസിസ്, പ്ലാനിങ്, ഡിസ്കവറി, ഇന്നോവേഷൻ തുടങ്ങിയ സാധനങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഡാറ്റയെ മെറ്റാഡാറ്റ വഴി പരിപൂർണമായ സിമാൻറ്റിക് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ എഫേർട്ട്. ഈ സ്റ്റേജിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഡാറ്റയെ മനസ്സിലാക്കുന്നത് ഒരു ടാബുലർ ഫോമിലാണ്. In reality, there is no tabular data. Tabular data is actually some sort of an extraction from some bigger knowledge. അപ്പം ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളൊരു ഫുൾ ലൂപ്പിലെത്തും. ഒരു ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. ഡാറ്റയാണോ മെറ്റാഡാറ്റയാണോ ഒക്കെ ആദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ നോളജ് ആണോ ആദ്യം ഉള്ളത്, അതൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഫോർ ദ കൺവീനിയൻസ് ലെറ്റ്സ് ടേക്ക് ദ ഇനീഷ്യൽ പിരമിഡ്. We take data as a foundation, then from data we form information, then from information knowledge to wisdom. It's fine to conceive, but in reality data is actually an abstraction of knowledge or information. It's reverse. അപ്പം നമുക്ക് 2 തരത്തിലുള്ള ഡാറ്റ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സയന്റിഫിക് ഒബ്സർവേഷൻസ് ചെയ്ത് കളക്ട് ചെയ്യുന്ന ഡാറ്റ. 2 മൊത്തത്തിൽ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില സാധനങ്ങളിൽ നിന്ന് നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്യുന്ന ഡാറ്റ. ഉദാഹരണമായി നമ്മൾ ഒരു സോഷ്യൽ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ
economical situations considered സമയത്ത് we observe some sort of data. Then we have another high level of numerical data formed by some other processes, like for example chemical drug discovery, a lot of other things. ഇത് രണ്ടിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിമാൻറ്റിക്സ് മിസ്സാവാതെ ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടി ഈസിയായി ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും കുറച്ചുകൂടി ഈസിയായി അതിൽ നിന്ന് വളരെ ലോജിക്ഫുൾ ആയിട്ടുള്ള ക്വയറീസിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസോട് ഉപയോഗിച്ചിട്ടാണ്. അപ്പം പരിപൂർണമായതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് നമ്മളിപ്പോഴും വളരെ കോംപ്ലക്സ് ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കാൻ തയ്യാറല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു പീസിലെത്തുമ്പോഴാണ്. വാലിഡേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. എങ്ങനെയാണ് ഈ തീരുമാനത്തിലെത്താൻ ഈ സിസ്റ്റം എന്തൊക്കെ മാനദണ്ഡമാണ് ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ ചില സമയത്ത് അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം യൂണിവേഴ്സലി ഇനി അടുത്ത് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട പല പ്രശ്നങ്ങൾ ഒരെണ്ണം പബ്ലിക് പോളിസി മാനേജ്മെന്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പല സ്ഥലത്തും നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗ് സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻ ലെവലിൽ ചില സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ലെവൽ ഓഫ് എംപതി, ദെൻ അവർ വേ ഓഫ് ഇന്നോവേഷൻ, ഇതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു ഫ്യൂച്ചർ ലെവൽ ഓഫ് നോളജ് ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചലഞ്ചുകൾ കൂടുതൽ വൃത്തിയായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെ സാമൂഹ്യപരമായ പ്രശ്നങ്ങളിൽ ഈ പറയുന്ന ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നോളജ് ഉപയോഗിക്കുന്നു, അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് പ്രോപ്പർലി വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതിലപ്പുറം ഈ പ്രോസസ്സ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, what kind of logic what kind of logics are being applied there, what sort of outcomes are there. So that's the fundamental idea why we need more semantics in understanding information, and why we need bigger systems like ontologies and higher abstraction of metadata to form these knowledge levels. So here I stop with this basic discussion, and let's go back to this piece. നമ്മൾ സാധാരണ ഡാറ്റാ സയൻസ് പ്രോബ്ലംസ് എടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ലെയർ അവിടെ ഉണ്ട്. വി ഹാവ് ഡാറ്റ, ദെൻ വി ഫോം ദിസ് ഇൻഫർമേഷൻ. ഇനി ഒരു കോംപ്ലക്സ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിതുവരെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഡാറ്റയുണ്ട്. അതിന് ഉദാഹരണമായി സ്കില്ലുകൾ, ഒരു പ്രത്യേക ഗെയിം കളിക്കുന്ന ഒരു കളിക്കാരൻ്റെ സ്കില്ല്, അതുപോലെ ക്ലൈമറ്റ് ഡാറ്റയല്ല, പകരം ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്, മ്യൂസിക്, അങ്ങനെ ഹ്യൂമൻ ഗ്രോത്തിൻ്റെ ഭാഗമായി, ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി നമുക്കുള്ള സ്കില്ലുകൾ, ഹ്യൂമൻ ആസ് എ റേസ് ഒബ്സർവ് ചെയ്ത സാധനങ്ങൾ, ഉദാഹരണമായി ഇൻഡിജീനസ് ആയിട്ടുള്ള നോളജ്, then how we used to do farming, how we used to grow food, how we observe the universe, and how we feel emotions at some point, how we share compassion, and all those things. We don't have any mechanism to record those data. പിന്നെ നോളജ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാ നോളജും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം scientific knowledge, for example, we know something about some gene or some protein or some chemical compound, or we can actually record that in a different methods. But the problem is, how do you record something which is not that quantitative and which is more qualitative? That's another challenge. Then how do you transfer this information to the next generation
in a way that they can actually take use of this information and produce something. Then fourth, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം എന്ന് പറയുന്നത് how different type of knowledges can be combined in the future to form another new type of knowledge. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ ഡാറ്റേൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. 3-4 സെറ്റ് ഓഫ് ഡാറ്റയൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് സാധനമൊക്കെ വെച്ചിട്ട് ഇതിനകത്തൊരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഹൗ വി ആക്ച്വലി ഫോം systems which can actually combine knowledge and make another prediction or another type of knowledge or a new type of knowledge. ഇത്രയും അതിൻ്റെ ഫിലോസഫിക്കൽ ഐഡിയ ആണ്. ഏതാണ്ടൊക്കെ ഒരു വളരെ അവിയൽ പരുവത്തിലുള്ള ഒരു ധാരണ ഞാൻ തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ ഏതാണ്ട് ടാബുലാർ ഡാറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണഗതിയിലുള്ള ഇതിൻ്റെ താഴേക്കിടയിട്ടുള്ള 2 പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ ഡിമാൻഡ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി ഒരു 10 വർഷം മുമ്പ് നമ്മളൊരു പാട്ട് കേൾക്കാൻ തീരുമാനിക്കുന്ന അതേ പ്രോസസ്സല്ല ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കാൻ തീരുമാനിക്കുന്നത്. അത് വളരെ ഡ്രമാറ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 10-15 കൊല്ലം കൊണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ ചോയ്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. വളരെ പ്രിസൈസ്ഡ് ആയിട്ട് എങ്ങനെ ചോയ്സസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു പ്രശ്നം. അത് നമ്മുടെ ആസ്വാദനത്തിന് മാത്രമല്ല, നമ്മൾ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് സീരിയസ് ഇഷ്യൂസ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ചസ്, ലൈക്ക് വേൾഡ് എക്കണോമിക് ചേഞ്ചസ്, then epidemics, how we actually deal with epidemics. Then we need more insights to link this data, to connect this data and find the missing dots. ഇപ്പം COVID-19 പാൻഡമിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ താഴത്തെ ലെയറിലുള്ള 2 സാധനങ്ങൾ 100% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവൈലബിൾ ഡാറ്റയിൽ നമുക്ക് വേണമെങ്കിൽ കുറേ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാം. ബട്ട് വി ആക്ച്വലി ഫെയിൽ ടു പ്രെഡിക്റ്റ് ഇറ്റ് സംടൈംസ്. അതിന് കാരണം യൂണിവേഴ്സലി നമ്മൾ മൊത്തത്തിലുള്ള ലോകത്തിലെ മനുഷ്യന്മാരുടെ യാത്ര അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ, അങ്ങനെ 10,000-കണക്കിന് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരു നോളജ് ഫോർമേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ പീസസ് മിസ്സാവുന്നത്. അപ്പോൾ അത്രയും കോംപ്ലക്സ് നോളജിനെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കണക്ഷൻ വേണം ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട്. How this information is actually connected to the other information. അത്തരം ഇൻഫർമേഷൻ, ആ കണക്ഷൻ നമ്മൾ ഫോം ചെയ്യുകയും ആ കണക്ഷനുകളെ ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സംവിധാനങ്ങൾ, മെഷീനുകളോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സിസ്റ്റംസിലേക്ക് പഠിപ്പിക്കണം. എങ്ങനെയാണ് ഈ കണക്ഷൻ? How cat is a animal and how you can identify an animal and how an animal is different in species and how species are being evolved, how species are getting connected. ഇത്തരം സാധനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിമാൻറ്റിക്സ് നഷ്ടമില്ലാതെ മെഷീനുകളെ പഠിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു പീസിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് മെറ്റാ ഡാറ്റ അല്ലെങ്കിൽ മെറ്റാ ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. സോ ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഒരുപാട് തരം നോളജ് ഫോർമേഷൻ നടത്തുന്നത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന മെറ്റാഡാറ്റ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ മെറ്റാഡാറ്റ ഇറ്റ് സെൽഫ് ഈസ് എ മീൻസ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഓർ ഇൻഫർമേഷൻ ഫോർമേഷൻ. ദെൻ ഹൗ വി എക്സ്പ്രസ് നോളജ് ഓർ capture knowledge or store knowledge, this is again by using metadata. ഇത്രയൊക്കെ ഡ്രീമി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യായിരിക്കും, എനിക്കറിയില്ല അതിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്. Is it possible or not? How we actually do it? And is it technology? And
who is actually consuming it and how it's being consumed, how many years we're going to do. I mean, we're going to take to bring all these things back in the real life. But the truth is, it's already there, and we are doing it. We are doing it in a really massive way, huge way. Because we already try to deal this kind of complex information, complex graphs, complex networks, and complex knowledge systems. ഒരു സാധാരണ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു ഷോപ്പിംഗ് കാർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. യു ഹാവ് ദിസ് അസംഷൻ ദാറ്റ് സംഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് with this data sets and their algorithms. But ഉദാഹരണമായിട്ട് eBay produce all those links and lists by using metadata with the same model of graphical information or graph. Then സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണമായി ഗവൺമെന്റുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് മെറ്റാഡാറ്റ ഹൈലി സിമാൻറ്റിക്കൽ ഫോമിലാണ് മെറ്റാഡാറ്റ എൻറിച്ച്ഡ്. യൂറോപ്യൻ യൂണിയൻ അംഗരാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഓൺ ഹൈലി കോംപ്ലക്സ് മെറ്റാഡാറ്റ മോഡലാണ്, RDF മോഡലാണ്. ദെൻ FAO മുതലായിട്ടുള്ള വലിയ ഓർഗനൈസേഷൻസ് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നതും പ്രഡിക്ഷൻസ് ഫോം ചെയ്യുന്നതും നോളജ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മെറ്റാഡാറ്റ ഫ്രെയിംവർക്കുകൾ ഫോം ചെയ്തിട്ട് ഹയസ്റ്റ് ഓണ്ടോളജീസ് ആൻഡ് റിസോഴ്സും ഫോം ചെയ്തിട്ട്. ഇനി പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്ന കുറച്ചുകൂടി ഹ്യൂമൻ ലൈഫായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് സ്പോട്ടിഫൈ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്പോട്ടിഫൈ മ്യൂസിക് പ്രഡിക്ഷൻ ഈസ് ആക്ച്വലി ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് മെറ്റാഡാറ്റ and RDF. It's not highest algorithms, it's simple metadata graph. So the next point is how it's important for us, especially people from developing countries or countries which don't have enough resources to do highest scientific research or studies. Because at some point we need some sort of information exchange which will help us to reuse a lot of information. So we introduce some sort of frameworks called FAIR and a lot of other frameworks so that people can actually use these data sets, integrate these data sets, and find the relationship with their projects or their products. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് there are a lot of research data being published in RDF format or with highly semantic enriched format. So it is really easy for scientists to find out new links with existing research data or how to find a lot of unknown information hidden there, and which is really easy because you have the semantics. അത് റിസർച്ചിൽ വരുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഫെയർ മോഡൽ പരിപൂർണമായിട്ട് അഡോപ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ലോട്ട് ഓഫ് റിസർച്ചേഴ്സ് ക്യാൻ കണക്ട് ദിയർ ഡാറ്റ ടുഗദർ. ഫോർ എക്സാമ്പിൾ, ഹൗ എ ചേഞ്ച് ഓഫ് എ പ്രോട്ടീൻ gonna affect some sort of diseases, or how open drug discovery can be really practically possible to find out new drugs in a really faster way. A lot of other examples. So that's a bit of futuristic one, but open drug discovery is already using a lot of RDF based platforms or metadata driven platforms. Then simple daily life things, for example, Netflix prediction algorithm is actually RDF model. It's purely based on metadata and graph data sets. So that's one practical aspect. So നിഷാദ്, ഈ ടിക്ടോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ടിക്ടോക്കിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. I never got any kind of open or detailed description about how it is working. But fundamentally, TikTok tries to connect things, and they try to develop a graph internally for different purpose. One of my observation is TikTok try to do a lot of other things, how people actually respond to sounds, or how human beings are involved in different activities and actions. Then
they are also collecting highly profiled human facial expressions, different human faces and face models. Then they have real good collection of that data set. So TikTok ഒരു പ്രോഡക്റ്റിനേക്കാളും അധികം ഇറ്റ്സ് എ മീൻസ് ഓഫ് എക്സ്ട്രാക്ടിങ് മോർ ഇൻഫർമേഷൻ ഫ്രം ജനറൽ പബ്ലിക്. സോ അതിൻ്റെ ബിസിനസ് മോഡലും അതിൻ്റെ ബാക്കി സാധനങ്ങളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. I will try to find some information. Probably I'll discuss that on the last session, the future and other. I think there is a last session, so I'll discuss on that. So ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഇതിൻ്റെ ഫിലോസഫിക്കും തിയറിക്കും ഒക്കെ ആയിട്ട് നീക്കി വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മളിത് ആക്ച്വലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ചലഞ്ച്. അത് ഇൻഫർമേഷൻ സയൻസിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള സാധനങ്ങളാണ് ഞാൻ ചർച്ച ചെയ്തത്. AIML ടോപ്പിക്കൽ മറ്റ് പാരലലി ചർച്ചകളുണ്ട്. ഞാൻ അതുമായിട്ട് അധികം കണക്ട് ചെയ്യുന്നില്ല. ഐ എം പ്ലെയിൻലി thinking about presenting real world problems and how we actually use it. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നത് സോഷ്യൽ ഇൻഫർമാറ്റിക്സിലാണ്. സോഷ്യൽ ഇൻഫർമാറ്റിക്സിലെ മെറ്റാഡാറ്റ ഹൈലി കോംപ്ലക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, how we measure the impact of reservation in a community, how we help them with the reservation systems, how agricultural development in a country is depending on their weather and their social circumstances. These models are really complex, and we actually need to form a big, highly complex ontology to analyze this information. And we try to connect or link hundreds of resources that includes Wikipedia, Wikidata, DBpedia, and a lot of other data resources, and how we actually connect this information together through ontology and try to make real good assumptions about human life, climate changes, weather, food sustainability, farming, agriculture, and preserve agricultural resources. So it's a big work to define those sort of ontologies. But that's really interesting, and that's really fun, and that's really helpful at some point. So my primary intention about this session was to introduce you a new concept of metadata, which actually why metadata is really important for the real world. And metadata is not just data about data. This is a really important thing to bring the human intelligence or human knowledge or wisdom to a different level with all those meaningful things. So I think we are at the top of the hour, so I can just pause for the questions for a while, if any. I'm sorry, it's really boring, but still. Thank you very much. That's very interesting. So, സംശയങ്ങൾ, ചോദ്യങ്ങൾ, സജഷൻസ്? Shoot. പറയൂ. ഈ മെറ്റാഡേറ്റ ഡിസ്ക്രിപ്ഷൻസ് കൂടുതൽ കോംപ്ലക്സും റിലേഷൻഷിപ്പ് നമ്മൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്കവറീസ് ഈസി ആവും എന്നാണ് പറയുന്നത്. അതെ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ അഗ്രികൾച്ചറൽ ഡേറ്റ വെതറും സോഷ്യൽ സിറ്റുവേഷൻസും എങ്ങനെ അഗ്രികൾച്ചറിനെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തുടങ്ങുന്ന വലിയ ഡേറ്റ സെറ്റുകളിൽ നിന്ന് ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതോ അത് നമ്മൾ ബ്രേക്ക് ആവുന്നു. ബ്രേക്ക് ആവുന്നു. കാർത്തിക്കിന്റെ മ്യൂട്ട് മതിയോ? ഓക്കെ, പറയൂ. അതെ, ഈ അഗ്രികൾച്ചറിന്റെ കാര്യം പറഞ്ഞല്ലേ, ഇപ്പോ നമ്മള് അഗ്രികൾച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു വെതർ കണ്ടീഷൻ. അപ്പം do you already take into account the pre-existing knowledge within this domain, or do you just start with the data sets from different points, try to evolve all the knowledge in you? How do you ചോദ്യം മനസ്സിലായോ? അവർക്ക് പരമ്പരാഗതമായി എന്തെങ്കിലുമൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുമല്ലോ ഇവരുടെ വെതർ
അവരുടെ അഗ്രികൾച്ചർ കാർത്തിക്കിനെ ആരെങ്കിലും മ്യൂട്ട് ചെയ്യാവോ? ആരാണ് ഇതിന്റെ ഹോസ്റ്റ്? ഓക്കെ, പ്രേം. ഹലോ. ഹലോ. പ്രേം പറയൂ. ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു നേരത്തെ. പകുതി ഞാൻ കേട്ടില്ല. അപ്പൊ ജസ്റ്റ് ഷോർട്ടായിട്ട് ഒന്നുകൂടെ പറയാമോ? കാർത്തിക് വീണ്ടും പറഞ്ഞു. ഒരു ഇപ്പൊ ഈ അഗ്രികൾച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കവറി മെറ്റാഡേറ്റ ഡിസ്ക്രിപ്ഷൻസ് സ്ട്രോങ്ങർ ആകുമ്പോഴത്തേക്ക് ഡിസ്കവറി ഈസിയർ ആവോ എന്നുള്ളതാണ്. അതിനിപ്പം പറ്റുമെന്നാണ് പറഞ്ഞത്. അതെ, പറ്റും. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവസാനം പറഞ്ഞ എന്താ പറഞ്ഞ ഇപ്പൊ ഇഫ് യു ആർ സ്റ്റഡിങ് അബൌട്ട് അഗ്രികൾച്ചർ, പ്രാക്ടീസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡിപെൻഡൻസീസ് ഓൺ വെദർ and the people practicing it, do you start with at the point where you also understand what they have been doing so far, or you just look at big data sets of their practices recorded over the time and try to establish your own policies? What are you doing in this case? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറയുന്നത് റിസോഴ്സ് ഡെസ്ക്രിപ്ഷൻ ഫ്രെയിംവർക്ക് ഉണ്ട്. നമ്മളത് സിമാൻറ്റിക് വെബിന്റെ സെഷനിൽ സംസാരിക്കും. ദാറ്റ്സ് എ ബിഗ് ഫ്രെയിംവർക്ക് ഹൗ ടു ഡിസ്ക്രൈബ് എ റിസോഴ്സ്. So the more description and more reasoning you have, if you can give to a set of data. For example, if you have a tabular form of data, you have parameter A, B, C. Say I can't talk much chemistry on that, but I like to give some example from chemistry. Say there is a compound and this compound has a property A, property B, property C, property D. So it's a tabular form, right? Then you can't record too much of information on tabular form. So you need something to describe more other properties. Say, for example, what type of assay is used on that protein synthesis. And if you want to explain more on that assay, then there is some change in that assay. Then there is some change in some other related experimental setup. Say, for example, you collected this value and there is a slight variation on the different variation on another experimental setup. So if you want to combine this information together, again, you need to describe this resource in a proper machine actionable format. So we somehow devised mechanisms to describe resources really semantically meaningful and easiest. So more semantics means you can have more perspective to look into that set of data or that piece of information. Second thing is more semantics will always help you to connect to more other type of information without doing a lot of manual job, how to map this information together. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെയും probably an answer, because we have enough set of information scattered around the world, enough set of data. The problem is we don't have enough metadata to reason those data. How you actually enrich those data with more semantics and more logic. So for example, we have enough data to predict a kind of economic growth, because we are collecting that data and we are keeping that data and we are analyzing that data. But how we actually going to combine that data to another set of data which is totally different from this economic growth? For example, you want to combine a set of data which is election results of its, or the political data set of a couple of years with economic growth. Still, again, you can have some parameters, but again, it's kind of tough. Then you take another set of data which comes from the weather data. For example, the rainfall for last 20 years and your economic growth in 20 years. It's again possible by doing a lot of data analysis. But giving more semantics to the data, that means you can actually combine them without much analysis, and you can derive a lot of other things right now we are doing by real hard ways, by doing real hard analysis and try to infer a lot of other things. So pushing a lot of human intelligence to solve this problem. But we can actually connect and combine these data sets
to make real good intelligent formation. That's the point. Second thing is why we do these ontologies now is we try to map existing data sets, try to give more metadata to existing data sets or convert them to more resource describable formats with semantics. So for example, we have data sets which is just in tabular form. For example, our data set from COVID project is just a tabular form. We still don't have a reasoning to it. So we have systems and methods to convert set of data to more reasoning or with more semantics, is so that we can actually combine different data sets with similar or same semantics if you have some facets together. Say, for example, we have these two data. For example, Vadakkan Veeraga that was directed by Hariharan and Vadakkan Veeraga that was written by MG. Then you can combine these two things by the facet that it is Vadakkan Veeraga. It's a simple example, but the complex example is you can combine different countries' agricultural development and analyze them together to form a meaningful insight that what actually happening with these countries together. So is there any correlation between them? Or is there any specific produce which was being exchanged within these countries influence their agricultural policies? A lot of other things. For example, how the rubber consumption of the world affected India's rubber growth or Kerala's rubber growth, and how much it affected the reduction of other agricultural produce in last couple of years. That is one way of looking into this data set. So we can actually look into the rubber consumption data sets, how it's growing. Then you have to understand how much rubber plantation was introduced in Kerala in these years. Then you have to see how much other agricultural producers lost their cultivating area or interest in last couple of years. So you have all those information. So generally you need a lot of time and effort to do this comparison and analysis and combine this information and derive the new knowledge. But in resource description model, especially with graph databases, we can actually easily do it. We have querying mechanisms, we have querying languages, we have data stores and combining mechanisms using ontology and a lot of other higher methods. So in a way, we can actually use existing data set and find some gaps, and probably some gaps are there always, and we try to fill those gaps by finding more compatible information, which actually how we can fill that gap, how we can connect them without much additional data. For example, bring more semantics and more logic to it, if that and all. So it's kind of complex to explain how we are doing it in 2 minutes, but that's how we do it. But probably next session I will handpick some example from chemistry for you, especially how actually the chemical data sets being exchanged by for scientists for deriving new insights. That'll be ഒരു really nice. സംശയം ചോദിച്ചോട്ടെ, Yes. ഇത് പറഞ്ഞു കേട്ടപ്പോ തോന്നിയതാണ്. ഉം. അപ്പം ഇപ്പൊ നമ്മുടെ ഓരോ ഏരിയയിലും ഓരോ ജേണലുകൾ പബ്ലിഷ് ചെയ്യുന്നില്ലേ, ഉം. അപ്പം അവർ ഈ ആർട്ടിക്കിളുകളെയും മെറ്റാഡാറ്റ ആക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതായത് പലപ്പോഴും ഒരു ഏരിയയിൽ നടക്കുന്ന റിസർച്ച് മറ്റൊരു ഏരിയയിലുള്ള ആളുകൾ വായിക്കാറോ കാണാറോ ഇല്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇത് ഒന്നിന്റെ സൊല്യൂഷൻ മറ്റതിലുണ്ടായിരിക്കും. അപ്പൊ ഈ മെറ്റാഡാറ്റ ഡ്രിവൺ ആവുമ്പോൾ ഇങ്ങനത്തെ ഇൻസൈറ്റ്സ് കൂടെ കിട്ടുന്നതാണ് പറയുന്നത്. അതെ, അതാണ് ഫെയർ മോഡലും ഉദ്ദേശിക്കുന്നത്. ഫെയർ മോഡലിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഡാറ്റ എപ്പോഴും കൺസെപ്റ്റുകളായിട്ട് ബൈൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണമായി ടെമ്പറേച്ചർ ഈസ് എ കൺസെപ്റ്റ്, സോ ബോഡി ടെമ്പറേച്ചർ ഈസ് എ കൺസെപ്റ്റ്. സോ ഐ ഹാവ് എ clinical data of a COVID patient or a set of COVID patients. So I have body temperature as a parameter. So I bind that body temperature using a semantic ontology to a concept called body temperature. And I release that data in a highly resource described way. Then somebody else is doing some other study. They also have this body temperature, right?
So they are also releasing this set with the same semantic logic that this parameter is actually explaining body temperature. So someone who is sitting somewhere in the middle, who can actually get into all these data sets, and if they can actually try to combine them, they don't need to do much work, because already they have a facet which is linking them together by body temperature, which is easy to do the comparison. So FAIR actually defined a big framework, conceptual framework at some point, that how you actually reason your research data set, or how you reason your publishable data set in a semantical way, so that it is a self-describing framework. The data itself is self-describing, and data itself is interoperable with any other research. In that way, maybe you can say that you can understand most of unknown hidden parameters at some point. Is it clear? Yes. It was very good, very interesting. Thank you. Thank you. So maybe next session, I think it's semantic web and linked open data, right? The second one. ലിസ്റ്റ് ഓർക്കുന്നില്ല. Okay, second one will be semantic web and linked open data. So നമ്മൾ എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി ചെയ്യുന്നത്? So next session will be too much boring. We will see the real practical example, how we form RDF, how we link data together. So for Prem, I will handpick some example from real world chemistry problems. I'll try to, because I don't have much chemistry knowledge, but still I'll try to find some examples. Then Shabish already know, because they use gene ontology. So they have highest level of ontology in life science called gene ontology to map genes. The advantage is any institute working on gene can actually exchange information using gene ontology, so there is no conflict. And it's easy to connect their research outputs together. So that sort of things there. But I will pick some examples from chemistry and economics. So if you have any specific interest, please let me know. Okay. നമ്മുടെ നെക്സ്റ്റ് സെഷൻ സാധാരണ ട്യൂസ്ഡേ ആണ്. അന്ന് കുഴപ്പമുണ്ടോ? ട്യൂസ്ഡേ സെയിം ടൈം അല്ലേ? സെയിം. കുഴപ്പമില്ല. എനിക്ക് ഏതാണ്ട് ഇതേപോലെ തന്നെ 7:30 ഇന്ത്യൻ സമയത്ത് അവസാനിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യാം. Okay. Okay. Well, thank you very much. Thank you, Nishad. Thank you. Thank you.